നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വേൾഡ് കപ്പ് അതിൻ്റെ അവസാന ദിവസത്തിലേക്ക് എത്തുകയാണ് അല്ലേ. ഇന്ന് ഫൈനലാണ്. ലയണൽ മെസ്സിയുടെ അർജൻറ്റീനയും യമാലിൻ്റെ സ്പെയിനും തമ്മിലാണ് ഇന്നത്തെ പോരാട്ടം. ഏവരും ഉറ്റുനോക്കുന്ന വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറ്റവും കരുത്തരായ രണ്ട് ടീമുകൾ, ലോകകപ്പിൽ ഏറ്റവും കരുത്തരായ രണ്ട് ടീമുകൾ നേർക്കുനേർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ പങ്കുവെക്കാൻ പോകുന്നത് തന്നെയാണ്. ഒപ്പം ഇന്നലെ നടന്ന ലൂസേഴ്സ് ഫൈനൽ മത്സരമുണ്ട്. അതിൽ ഗോൾ മഴ തന്നെ പെയ്ത ഒരു മത്സരം എന്ന് പറയാൻ സാധിക്കും. 10 ഗോളുകളാണ് ഇന്നലത്തെ മത്സരത്തിൽ പിറന്നത്. 6 ഗോളുകൾ ഇംഗ്ലണ്ടിൻ്റെ വകയും 4 ഗോളുകൾ ഫ്രാൻസിൻ്റെ വകയും, അങ്ങനെ 10 ഗോളുകൾ പിറന്ന ഒരു മത്സരമായിരുന്നു. ഒപ്പം ഈ ഒരു ഗോൾഡൻ ബൂട്ട് റേസ്, ഈ ടൂർണമെൻറ്റിലെ ഗോൾ വേട്ടക്കാരുടെ പട്ടിക അതിങ്ങനെ അവസാന മിനിറ്റിൽ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ലൂസേഴ്സ് ഫൈനലിൽ ഒരു ഗോൾ മഴ തന്നെ പെയ്തു എന്ന് പറയാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ 6 ഗോളുകളാണ് ഇംഗ്ലണ്ട് അടിച്ചു കൂട്ടിയത്. 4 ഗോളുകൾ ഫ്രാൻസിൻ്റെ വകയായും പിറന്നു. ഇതിൽ 2 ഗോളുകൾ എംബാപ്പെ ഉണ്ടായിരുന്നു. ഒപ്പം സാക്കയുടെ വക ഒരു ഹാട്രിക് നേട്ടവും ഇന്നലത്തെ മത്സരത്തിലുണ്ടായിരുന്നു. മത്സരത്തിൻ്റെ 3-ാം മിനിറ്റിൽ തന്നെ ഇംഗ്ലണ്ട് ഗോൾ നേടിക്കൊണ്ട് ഒരു അറ്റാക്ക് തുടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ആധിപത്യം, തങ്ങളാണ് മത്സരത്തിൻ്റെ കരുത്തർ എന്ന് തെളിയിക്കുന്ന, ആധിപത്യം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് തുടക്കം മുതൽ ഉണ്ടായതെന്ന് പറയാം. 3-ാം മിനിറ്റിൽ റൈസിൻ്റെ വക ഇംഗ്ലണ്ടിന് ആദ്യ ഗോൾ പിറന്നു. പിന്നെ 18-ാം മിനിറ്റിൽ സാക്കയുടെ വക 2-ാം ഗോൾ പിറന്നു. 37-ാം മിനിറ്റിൽ കോൺസയുടെ വക 3-ാം ഗോൾ പിറന്നു. 45-ാം മിനിറ്റിൽ സാക്കയുടെ വക അടുത്ത ഗോൾ. അങ്ങനെ ആദ്യ പകുതിക്ക് പിരിയുന്ന സമയത്ത് 4 ഗോളുകളാണ് ഇംഗ്ലണ്ട് നേടിയത്. 4-0 ഒരു വലിയ ലീഡ് തന്നെ ഇംഗ്ലണ്ട് സ്വന്തമാക്കുന്നു. ഒപ്പം 2-ാം പകുതി ആരംഭിച്ചു. 48-ാം മിനിറ്റിൽ തന്നെ എംബാപ്പയിലൂടെ ഫ്രാൻസ് ഒരു ഗോൾ മടക്കുന്നു. അങ്ങനെ ഒരു ഗോൾ അവർ നേടുന്നു. 4-1 സ്കോറിലേക്ക് പോകുന്നു. 54-ാം മിനിറ്റിൽ എംബാപ്പെ തുടർച്ചയായി 2-ാം ഗോൾ നേടുന്നു. അങ്ങനെ 4-2 സ്കോർ പോകുന്നു. 66-ാം മിനിറ്റിൽ മോനിയുടെ വക ഒരു ഗോൾ ഫ്രാൻസ് നേടുന്നു. അങ്ങനെ 4-3 മത്സരം നീങ്ങുന്നു. 87-ാം മിനിറ്റിൽ ബെല്ലിംഗാമിൻ്റെ വക അടുത്ത ഗോൾ. അങ്ങനെ 5 എന്ന സ്കോറിലേക്ക് ഇംഗ്ലണ്ട് എത്തുന്നു. അങ്ങനെ 5-3 90 മിനിറ്റ് ആകുമ്പോഴും സ്കോർ 5-3 ആയിരുന്നുവെങ്കിൽ അത് അധിക സമയത്തേക്ക് പോകുമ്പോൾ വീണ്ടും 2 ഗോളുകൾ കൂടി പിറക്കുന്നു. ഈ ഇഞ്ചുറി ടൈമിലേക്ക് പോകുമ്പോൾ ഇഞ്ചുറി ടൈമിലെ 6-ാം മിനിറ്റിൽ ഫ്രാൻസിൻ്റെ വക 4-ാം ഗോൾ പിറക്കുന്നു. ഇഞ്ചുറി ടൈമിൽ 8-ാം മിനിറ്റിൽ സാക്കയുടെ വക, അത് പെനാൽറ്റി ആയിരുന്നു, അത് ഗോളാക്കി ഇംഗ്ലണ്ട് 6-4 ഒരു വിജയം സ്വന്തമാക്കുന്നു. അങ്ങനെ ഈ ടൂർണമെൻറ്റിലെ 3-ാം സ്ഥാനക്കാർ തങ്ങളാണ് എന്ന് ഇംഗ്ലണ്ട് തെളിയിക്കുന്നു. അതിൻ്റെ ഇത്തരത്തിലൊരു പ്രകടനം തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ നിന്നുണ്ടായത്. ഒപ്പം ഒരു ലോകകപ്പിലെ ലൂസേഴ്സ് ഫൈനൽ അല്ലെങ്കിൽ ലോകകപ്പിലെ സെമി ഫൈനൽ വരെ എത്തിയ 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയാൻ സാധിക്കാത്തൊരു പ്രകടനം തന്നെയായിരുന്നു. കാരണം അത്യന്തം വാശി നിറഞ്ഞ ഒരു പോരാട്ടം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പക്ഷേ ഒരു പ്രാക്ടീസ് മാച്ചിൻ്റെ രീതിയിലേക്കൊക്കെ മത്സരം മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. കാരണം ഇരു ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളുകൾ നേടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ 6-4 ഒരു വിജയം സ്വന്തമായിക്കൊണ്ട് ടൂർണമെൻറ്റിലെ 3-ാം സ്ഥാനക്കാർ ഇംഗ്ലണ്ടായി മാറിയിരിക്കുകയാണ്. ഹാട്രിക് ഗോളുകൾ നേടിയ ബുക്കായോ സാക്കയാണ് കളിയിലെ താരമായി മാറിയിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്നലത്തെ മത്സരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ എംബാപ്പെ 2 ഗോളുകൾ നേടി ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ മെസ്സിയെ ഒന്ന് മറികടന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയകരമായ കാര്യമാണ്. അപ്പോൾ അതാണ് ഇന്നലെ നടന്ന മത്സരം അല്ലേ. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് ഇന്ന് നടക്കാനിരിക്കുന്ന നമ്മുടെ ഫൈനൽ പോരാട്ടത്തെക്കുറിച്ചാണ്. ഫൈനൽ പോരാട്ടം സ്പെയിനും അർജൻറ്റീനയും തമ്മിലാണ്. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. സ്പെയിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്പെയിന് ഫ്രാൻസിനെ തകർത്തുകൊണ്ടാണ് ഈ ഒരു ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ നോക്കിയാൽ സൗദിക്കെതിരെ, ഓസ്ട്രേലിയക്കെതിരെ, ഉറുഗ്വേക്കെതിരെയൊക്കെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട് തന്നെയാണ് സ്പെയിൻ ഫൈനൽ അടുത്ത ഘട്ടത്തിലേക്ക് റൗണ്ട് ഓഫ് 32 എത്തുന്നത്. അവിടെയും വിജയം സ്വന്തമാക്കിക്കൊണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് എത്തുന്നു. പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലായിരുന്നു എതിരാളികൾ. പോർച്ചുഗലിനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയമായിരുന്നു എതിരാളികൾ. 1-2 ഗോളുകൾക്ക് തകർത്തുകൊണ്ടാണ്, ബെൽജിയത്തെ തകർത്തുകൊണ്ടാണ് അവിടെ നിന്ന് സെമി ഫൈനലിലേക്ക് എത്തുന്നത്. സെമി ഫൈനലിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഫ്രാൻസിനെ തകർത്തുകൊണ്ട് സ്പെയിൻ ഈ ഒരു ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഒരു കിരീടം കൂടി നേടുക എന്ന ലക്ഷ്യത്തോടെ സ്പെയിൻ ഫൈനലിലേക്ക് അങ്ങനെ എത്തുകയാണ്. ഇനി അർജൻറ്റീനയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെയാണ് അർജൻറ്റീന നോക്കൗട്ടിലേക്ക് എത്തിയത്. ഗ്രൂപ്പിൽ അൾജീരിയക്കെതിരെ 3-0 വിജയം, ഓസ്ട്രേലിയക്കെതിരെ 2-0 വിജയം, ജോർദാനെതിരെ ഒരു 3-1 വിജയം സ്വന്തമാക്കി. അങ്ങനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട് തന്നെയാണ് അർജൻറ്റീന നോക്കൗട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ നോക്കൗട്ടിലെത്തിയപ്പോൾ അർജൻറ്റീന
ടീമിൻ്റെ മൊത്തത്തിൽ പ്രകടനം ഒന്ന് മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാൻ സാധിച്ചു. കാരണം അതുവരെ ആധികാരികമായ വിജയമായിരുന്നെങ്കിൽ ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞതിന് ശേഷം നോക്കൗട്ട് സ്റ്റേജ് എത്തിയപ്പോൾ അർജൻറ്റീന വേറൊരു രീതിയിലേക്ക് മാറുന്നു. കാരണം അവസാന നിമിഷം വരെയൊക്കെ കളി സമനിലയിലേക്ക് പോകുമോ അല്ലെങ്കിൽ തോൽവി വഴങ്ങുമോ എന്നൊക്കെ കരുതി നിൽക്കുന്ന സമയത്ത് അവസാന മിനിറ്റിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ അവസാനത്തെ ഒരു 15-20 മിനിറ്റ് വലിയ രീതിയിലേക്ക് കളി മാറുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അർജൻറ്റീന തങ്ങളുടെ പ്രകടനം മാറ്റുന്നത് കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാബോ വെർഡെക്കെതിരെ അത്തരത്തിലൊരു മത്സരമായിരുന്നു. പിന്നീട് ഈജിപ്തിനെതിരെ റൗണ്ട് ഓഫ് 16 പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെ ഒരു മത്സരം 3-2 ഒരു വിജയം സ്വന്തമാക്കുന്നു. അത് പിന്നിൽ നിന്ന ശേഷം മുന്നിലേക്ക് എത്തിയൊരു വിജയം സ്വന്തമാക്കുന്നു. സ്വിറ്റ്സർലൻഡിനെതിരെ അത് സമനിലയിൽ പിരിഞ്ഞ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോയി, അവിടെ ഗോൾ നേടിക്കൊണ്ട് 3-1 വിജയം സ്വന്തമാക്കുന്നു. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ പിന്നിൽ നിന്ന ശേഷം അവസാന മിനിറ്റിൽ ഗോളുകളിൽ സ്വന്തമാക്കുന്നത്, അത് അവസാനത്തെ 6 മിനിറ്റ് വ്യത്യാസത്തിലൊക്കെ ഗോളുകൾ നേടി മത്സരം ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ച. അതായത് മിക്ക മത്സരങ്ങളിലും അർജൻറ്റീന ഗോളുകൾ നേടുന്നത് അല്ലെങ്കിൽ വിജയ ഗോൾ നേടുന്നത് മത്സരം തങ്ങളുടെ പരിധിയിലേക്ക് വരുത്തുന്നത് ഒരു 75 മിനിറ്റ് ശേഷം 90 മിനിറ്റ് വരെയുള്ള സമയത്തായിരിക്കും, അല്ലെങ്കിൽ 90 മിനിറ്റ് ശേഷമുള്ള എക്സ്ട്രാ ടൈമിലായിരിക്കും അർജൻറ്റീന മത്സരം തങ്ങളുടെ പരിധിയിലേക്ക് വരുത്തുക. അതാണ് നമ്മൾ ഇതുവരെ ഈ നോക്കൗട്ട് സ്റ്റേജിലൊക്കെ കണ്ടത്. അതാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒരു സെമി ഫൈനൽ മത്സരം അർജൻറ്റീന തോൽവി ഉറപ്പിച്ച മത്സരമാണ്. 1-0 വിജയം ഇംഗ്ലണ്ട് ഉറപ്പിച്ച മത്സരമാണ്. അവിടെയാണ് 80-ാം മിനിറ്റിൽ കളി മാറുന്നത്. പിന്നീട് സമനിലയിലെത്തുന്നു. അവിടെ നിന്ന് മത്സരം തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വീണ്ടും ഒരു ഗോൾ നേടിക്കൊണ്ട് ഈ ഒരു വിജയം സ്വന്തമാക്കുന്നു. അങ്ങനെ തോൽവി വഴങ്ങി നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് വലിയൊരു തിരിച്ചുവരവ് നടത്തിയാണ് അർജൻറ്റീന എന്തായാലും ഈ ഒരു ഫൈനൽ മത്സരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇനി ഇന്നത്തെ ദിവസത്തെ മത്സരത്തിൽ ആരാധകരെ ഏവരും ഉറ്റുനോക്കുന്ന ഒരുപടി താരങ്ങളുണ്ട്. സ്പെയിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ യമാലുണ്ട്, പെഡ്രിയുണ്ട്, വെയാർസബാലുണ്ട്, അങ്ങനെ ഒരുപിടി താരങ്ങൾ സ്പെയിൻ്റെ പക്കലുണ്ട്. മറുവശത്ത് അർജൻറ്റീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെസ്സി തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഐക്കൺ പ്ലെയർ, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം മെസ്സി തന്നെയാണ്. ഒപ്പം ലൗതാരോ മാർട്ടിനസും ജൂലിയൻ അൽവാരസും എൻസോ ഫെർണാണ്ടസും അടങ്ങുന്ന ഒരു യുവ നിരയും അവർക്കുണ്ട് എന്നുള്ളതാണ്. അതായത് പരിചയസമ്പന്നനായ മെസ്സിയും ഒപ്പം യുവ താരങ്ങളും ചേർന്ന ഒരു നിര അർജൻറ്റീനയ്ക്കുണ്ട്. മറുവശത്ത് സ്പെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. അവർക്കും ലാമിൻ യമാലും പെഡ്രിയും അടങ്ങുന്ന ഒരു യുവ നിരയുണ്ട്. ഇപ്പം പരിചയസമ്പന്നരായ താരങ്ങൾക്കൊപ്പം യുവതാരങ്ങൾ കൂടി ചേരുമ്പോൾ വളരെ മികച്ചൊരു മത്സരം തന്നെ സ്പെയിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം ഇന്ന് നേർക്കുനേർ വരുന്ന ഒരു കീ ബാറ്റിൽ ആരൊക്കെയാണെന്ന് നോക്കിയാൽ മെസ്സിയും സ്പെയിൻ്റെ ഡിഫൻസും തമ്മിലൊരു മത്സരമാകുമെന്ന് നടക്കുക. ഒപ്പം ലാമിൻ യമാലും മൊളീനയും തമ്മിലൊരു പോരാട്ടമായിരിക്കും നടക്കുക. പെഡ്രിയും എൻസോ ഫെർണാണ്ടസും തമ്മിലൊരു പോരാട്ടമായിരിക്കും നടക്കുക. ലൗതാരോ മാർട്ടിനസും നോർമാൻഡും തമ്മിലൊരു പോരാട്ടമായിരിക്കും ഇന്ന് നടക്കുക. ഇതിലേറ്റവും ശ്രദ്ധേയം മെസ്സി എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ ഏവരും ഉറ്റുനോക്കുന്നൊരു കാര്യം. കാരണം ഈ ഒരു സ്പെയിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായി പറയാറ് കാര്യമുണ്ട്. സ്പെയിൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യം അവരുടെ ടിക്കിട്ടാക്കിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി, അതായത് ചെറിയ പാസുകൾ നൽകി അത് വിപുലീകരിച്ച് ആ ഒരു രീതി, പാസുകൾ കൂടുതൽ സമയം പന്ത് കൈവശം വെച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് സ്പെയിൻ ഉള്ളതെന്ന് നമ്മൾക്കറിയാം. അവർ നേരത്തെ മുൻപ് ലോകകപ്പ് വിജയിച്ച സമയത്തും അങ്ങനെയാണ്. അവർ ടിക്കിട്ടാക്ക പ്ലാൻ വിജയിച്ച ഒരു കാര്യമാണ്. ഈ ടിക്കിട്ടാക്കയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാഴ്സലോണയിൽ ഏറ്റവും അധികം പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ് ടിക്കിട്ടാക്ക എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം 3 താരങ്ങളായിരുന്നു. മെസ്സിയും സാബിയും ഇനിയസ്റ്റയും അടങ്ങുന്ന ആ ഒരു ത്രയം തന്നെയായിരുന്നു ഈ ടിക്കിട്ടാക്കയിൽ ഏറ്റവും ശ്രദ്ധേയം. അപ്പോൾ അങ്ങനെ ബാഴ്സയിൽ ആ രീതിയിൽ കളിച്ച ഒരു താരം, ഇപ്പോൾ സാബിയും ഇനിയസ്റ്റയും മാറ്റി നിർത്തിയാൽ അവർ സ്പെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ മെസ്സി തന്നെയാണ്. അതായത് അന്ന് അവർക്കൊപ്പം ഇന്ന് സ്പെയിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സ്പെയിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരുപിടി താരങ്ങൾക്കൊപ്പം കളിച്ച് പരിചയമുള്ള, സ്പെയിൻ്റെ കളി എങ്ങനെയാകും എന്ന് ഏകദേശം ഊഹിക്കാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് മെസ്സി. അപ്പോൾ ആ മെസ്സി കളിക്കളത്തിൽ എങ്ങനെ പ്രകടനം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയം. കാരണം നമ്മൾ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ കണ്ടതാണ്, മെസ്സി ഗോൾ അടിച്ചിട്ടില്ല, പക്ഷേ മെസ്സി ഗോൾ അടുപ്പിക്കുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ മത്സരത്തിലെ കളിയിലെ താരമായി മാറിയത് മെസ്സിയാണ്. കാരണം തുടർച്ചയായി 2 ഗോൾ അവസരങ്ങൾ മെസ്സി സൃഷ്ടിച്ചു, അത് ഗോളാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അസിസ്റ്റിലൂടെ ടീമിനെ വിജയത്തിലെത്തിക്കുന്ന ഒരു പ്രകടനം മെസ്സിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മെസ്സി കഴിഞ്ഞ മത്സരത്തിൽ, ഇംഗ്ലണ്ടിൻ്റെ മത്സരത്തിൽ മെസ്സി നോക്കിയാൽ മെസ്സി പൂർണ്ണമായും സൈലൻ്റ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. കുറച്ച് സമയം മാത്രമാണ് മെസ്സിയുടെ കയ്യിൽ പന്തെത്തിയത്. പക്ഷേ മെസ്സി അങ്ങനെ ഒരു ഗെയിം പ്ലാൻ കൃത്യമായി വരുത്തി എന്ന് പറയാൻ സാധിക്കും. കാരണം കൃത്യമായി മെസ്സിയുടെ കയ്യിൽ പന്ത് കിട്ടുമ്പോൾ ആ പന്ത് എങ്ങനെ പ്ലേസ് ചെയ്യണം, എവിടെ എത്തിക്കണം എന്നൊരു പ്ലാൻ കൃത്യമായി മെസ്സിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ടീമിൻ്റെ വിജയം നിർണ്ണയിച്ചതും ആ പ്രകടനം തന്നെയായിരുന്നു. അപ്പം അതുതന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഫൈനൽ മത്സരത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ടാക്റ്റിക്കൽ റിവ്യൂ നോക്കുകയാണെങ്കിൽ സ്പെയിൻ്റെ ഭാഗത്തേക്ക് വന്നൊരു പൊസഷൻ ഫുട്ബോൾ, അതായത് പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് കളിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ പ്ലാൻ. ഹൈ പ്രസ് ഗെയിം ആയിരിക്കും അവരുടെ ഭാഗത്തുണ്ടാക്കുക.
അപ്പോൾ ക്വിക്കായിട്ടുള്ള പാസിങ് അവരുടെ വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ഒപ്പം മിഡ്ഫീൽഡിൻ്റെ കൺട്രോൾ സ്ട്രോങ് ആണ്, അത് അവരുടെ വലിയൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. അർജൻറ്റീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെസ്സിയുടെ പ്ലേ മേക്കിംഗ് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒപ്പം ക്വിക്കായിട്ടുള്ള കൗണ്ടർ അറ്റാക്കുകൾ അർജൻറ്റീനയുടെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. ക്ലിനിക്കലായിട്ടുള്ള ഫിനിഷിംഗ് നമുക്ക് അർജൻറ്റീനയുടെ ഭാഗത്ത് കാണാൻ സാധിക്കും. ഒപ്പം ബിഗ് മാച്ച് എക്സ്പീരിയൻസ്, ഇതൊക്കെ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്ന അർജൻറ്റീന സ്പെയിൻ മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ. ഇനി നമുക്ക് നോക്കേണ്ടത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ടൂർണമെൻറ്റിലെ അവാർഡ് റേസാണ്. ഈ ഗോൾഡൻ ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡൻ ബൂട്ടിൽ മുന്നിലുള്ളത് കിലിയൻ എംബാപ്പയാണ്. 10 ഗോളുകൾ. ഇന്നലത്തെ മത്സരത്തിൽ 2 ഗോളുകൾ കൂടി നേടിയതോടെ 10 ഗോളുകളുമായി എംബാപ്പെ ആ പട്ടികയിൽ മുന്നിലെത്തി. മെസ്സിയെ മറികടന്നു. മെസ്സി 8 ഗോളുകൾ മാത്രമാണ് മെസ്സിക്കുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ 2 അതിലധികമോ ഗോളുകൾ നേടിയാൽ മാത്രമേ മെസ്സിക്കത് മറികടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് സാക്ക കൂടി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ആ ലൂസേഴ്സ് ഫൈനലിൽ 3 ഗോളുകൾ ഹാട്രിക് നേട്ടം കൈവരിച്ച് സാക്കയും ഈ ഒരു പട്ടികയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അസിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒലീസാണ് 5 അസിസ്റ്റ് ഉണ്ട്. മെസ്സി 4 അസിസ്റ്റുമായി പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഗോൾഡൻ ബോൾ അതിലേക്ക് വരികയാണെങ്കിൽ ലയണൽ മെസ്സി തന്നെയാണ് മുന്നിലുള്ളത്. ഒപ്പം 2-ാം സ്ഥാനത്തേക്ക് യമാലും ഒപ്പം സാക്കയും എംബാപ്പയും ആ പട്ടികയിൽ താഴേക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ടൂർണമെൻറ്റ് അവാർഡ് റേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. അതായത് എംബാപ്പെ തന്നെ നേടാനുള്ള സാധ്യത, ഗോൾഡൻ ബൂട്ട് എംബാപ്പയ്ക്ക് തന്നെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ പറഞ്ഞതുപോലെ 10 ഗോളുകളാണ് എംബാപ്പയുടെ പേരിലുള്ളത്. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. മെസ്സിയുടെ ഈ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന മെസ്സിയുടെ 20 ഗോൾ നേട്ടത്തെ കൂടി എംബാപ്പെ മറികടന്ന് 21 ഗോളുകളായി മാറിയിട്ടുണ്ട്. എംബാപ്പെ അതും മറികടന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പം മെസ്സിക്ക് തൻ്റെ റെക്കോർഡുകൾ തിരിച്ചു പിടിക്കണമെങ്കിൽ 2 ഗോളുകൾ അല്ലെങ്കിൽ അതിനധികം ഗോളുകൾ നേടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റ് അതിവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ സൈനിങ് ഓഫ്.